ബാക്ക് ടു ചാനൽ. നമ്മുടെ പുതിയ വീഡിയോയിലോട്ട് എല്ലാവർക്കും സ്വാഗതം. എന്റെ പേര് അയന. അപ്പൊ നമ്മളിന്ന് കാണാനായിട്ട് പോകുന്നത് ചെറിയൊരു വ്ളോഗാണ് കേട്ടോ. എത്രത്തോളം ഉണ്ടാവും എനിക്കറിയില്ല. ഡേ ഇൻ മൈ ലൈഫ് എന്ന് പറയാം. അപ്പോൾ ഇന്ന് എനിക്ക് ഓഫാണ്, ഞാൻ ലീവ് എടുത്തിരിക്കുകയാണ്. അപ്പോൾ ഗൈസ്, ഞാൻ കാലത്ത് തന്നെ എണീറ്റിട്ട് കടയിൽ പോയിട്ടാ. കാരണം ഇവിടെ ഒന്നും ഉണ്ടായിരുന്നില്ല. എൻ്റെ നൈറ്റ് ഓഫ് ഒക്കെ കഴിഞ്ഞ് ഞാൻ വീട്ടിലായിരുന്നു, നൈറ്റ് ആയിരുന്നു. എനിക്ക് ഐറ്റംസ് ഒക്കെ തീർന്നിരിക്കുകയായിരുന്നു. ഇനി കുറെ പോയിട്ട് ഇന്ന് നൈറ്റ് പോയിട്ട് വാങ്ങിക്കണം. കുറച്ച് പോയിട്ട് ഞാൻ വേഗം ഓടിപ്പോയിട്ട് കടയിൽ നിന്ന് പോയി വാങ്ങിയിട്ട് ആൺകുട്ടി എണീക്കണതിന് മുന്നേ ഇപ്പം എണീറ്റിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ബ്രെഡ് ടോസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. കണ്ടോ, മുട്ട വാങ്ങിയിട്ടുണ്ട് ഫ്രഞ്ച് ടോസ്റ്റ് ചെയ്യാനായിട്ട്. പിന്നെ ബ്രെഡ് ഉണ്ട്, പിന്നെന്താ സവാള വാങ്ങിയിട്ടുണ്ട്. ആൺകുട്ടിക്ക് ഈവനിങ് കഴിക്കാനായിട്ടാണ് കേട്ടോ. അത് അവൾക്ക് ഭയങ്കര ഇഷ്ടം. പുള്ളിയുടെ കോല് പോലത്തെ സംഭവമില്ലേ, സ്റ്റിക്ക് ടൈപ്പ് വാങ്ങിയിട്ടുള്ളത്. ഒരു പാക്കറ്റ് പാല്. അപ്പൊ ഇപ്പൊ ഇത്രേ വാങ്ങിയിട്ടുള്ളൂ കാലത്തേക്ക്. ഇനി നമുക്ക് ഒരു വലിയ പർച്ചേസിങ് ചെയ്യാനുണ്ട്. ഓക്കെ, അപ്പൊ അത് ചേട്ടൻ വന്നിട്ട് പോകാൻ കരുതിയിട്ടാണ് കേട്ടോ. അത് ഇനി നമുക്കത് കുറച്ച് കുക്കിങ് കാര്യങ്ങളൊക്കെയാണ്. അപ്പോൾ കുക്കിങ് ചെയ്യണതിന് മുന്നായിട്ട് ഞാൻ ഒരു കാര്യം ഞങ്ങളെ കാണിക്കാന്ന് കരുതി. നമുക്ക് പുതിയ കൊറിയർ വന്നിട്ടുണ്ട്. ഞാൻ കഴിഞ്ഞ തവണ ഒരു ഹോൾ വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു. 500 രൂപയിൽ താഴെ വരുന്ന കുർത്തി സെറ്റുകളുടെ ഒരു വീഡിയോ. അതിൽ മുഴുവൻ 500 രൂപയിൽ താഴെയല്ലോ, 1-2 മാത്രം 500 രൂപയ്ക്ക് മേലെ പോണതുണ്ട്. പക്ഷെ ബാക്കിയുള്ള ഭൂരിഭാഗവും 500 രൂപയിൽ താഴെ വരുന്ന പാൻറ്റും ഷോളും ടോപ്പും എല്ലാം കൂടിയിട്ടുള്ള സെറ്റാണ് കേട്ടോ. അത്യാവശ്യം നല്ല ക്വാളിറ്റി ഉണ്ട്. അപ്പോൾ ആ ഒരു വീഡിയോ ചെയ്തപ്പോൾ ആ ഒരു വീഡിയോയുടെ കൂടെ തന്നെ ചെയ്യാനായിട്ട് ഞാൻ ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്ന കുറച്ച് കുർത്തി സെറ്റുകളായിരുന്നു. പക്ഷെ അത് കിട്ടിയില്ല, ലേറ്റായി, ഡിലേ ആയി. അപ്പോൾ നമുക്കത് ഇനിയിപ്പോൾ വേറൊരു ഹോൾ വീഡിയോ ആയിട്ട് ചെയ്യേണ്ടത് എഴുതിയിട്ട് ഞാൻ കരുതി ഇപ്പോൾ ഈ വീഡിയോയിൽ തന്നെ കാണിക്കേണ്ട. ഇത് 3 കേട്ടോ നമുക്ക് കിട്ടിയിട്ടുണ്ടായിരുന്നത്. അപ്പം അതിൽ ഒരെണ്ണം അപ്പം ആ വീഡിയോ കാണാത്തവരുണ്ടെങ്കിൽ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം കേട്ടോ. അല്ലെങ്കിൽ ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം, അല്ലെങ്കിൽ മേലെ എവിടെയെങ്കിലും കൊടുക്കാം. അപ്പോൾ നിങ്ങൾ ചെക്ക് ചെയ്ത് നോക്കിയാൽ മതി. നല്ല ക്വാളിറ്റിയുള്ള കുർത്തി സെറ്റുകളാണ്. ഇതും എനിക്ക് വന്നതിൽ നല്ല ഇഷ്ടപ്പെട്ട ഒരെണ്ണമാണ് കേട്ടോ. ഇതൊരു ഭംഗിയെന്ന് പറയുക, കാണാൻ നല്ല രസമുണ്ട്. ഇതിൻ്റെ ഈ കളറ് നമ്മുടെ ക്യാമറയിൽ കാണുമ്പോൾ അത്ര ഭംഗി തോന്നില്ല, പക്ഷെ നേരിട്ട് കാണാൻ സൂപ്പറാണ് കേട്ടോ. അത് പൗഡർ പിങ്ക് ഷെയ്ഡാണ്, പേസ്റ്റൽ ബ്ലൂ ആണ്. നല്ല ഭംഗിയുള്ള കുർത്തിയാണ് കേട്ടോ. പക്ഷെ നമ്മുടെ കഴിഞ്ഞ വീഡിയോയിൽ എനിക്കിത് ഉൾപ്പെടുത്താൻ പറ്റിയില്ല, കിട്ടാനായിട്ട് ലേറ്റായി. എന്തൊരു ഭംഗിയാന്ന് നോക്കി, നല്ല രസമുണ്ട്. സ്ലീവിൻ്റെ അകത്ത് ഈ ലേസ്, പിന്നെ നെക്കിൻ്റെ ആ ഒരു പാറ്റേൺ ഒക്കെ കണ്ടോ, അടിപൊളിയായിട്ടില്ലേ കാണാൻ. നന്നായിട്ട് ഇഷ്ടപ്പെട്ടു. നല്ല കളറാണ്. നമുക്ക് ഇട്ട് കഴിഞ്ഞാൽ നല്ല എന്താ പറയുക, നമ്മുടെ സ്കിന്നിനെ വല്ലാണ്ട് ബ്രൈറ്റ് ആക്കുന്ന ഒരു ഷെയ്ഡാണ് കേട്ടോ അത്. ഇവിടെ ഈ ലേസ് കാര്യങ്ങൾ, നെക്ക് വീനൊക്കെ ഡീപ്പ് വീയ വരുന്നത്. പക്ഷെ ഇവിടെ ഒരു പീസ് വെച്ചിട്ടുണ്ട് ഈ ഒരു ക്ലോത്തിൻ്റെ. നല്ല ക്ലോത്താണ്, അതായത് കളർ ബ്ലീഡ് ആകുന്ന ടൈപ്പ് അല്ല. നല്ല ഭംഗിയുണ്ട്. ഫ്രണ്ടിൽ കുറച്ച് പ്ലീറ്റ്സും കാര്യങ്ങളും വരുന്നുണ്ട്. നല്ല പാറ്റേൺ. ഇതിന് സ്ലിറ്റ് കാര്യങ്ങളൊന്നും വരുന്നില്ല പാൻറ്റിന്. അതായത് നമ്മൾ നേരത്തെ കാണിച്ച പെലാസോ പാൻറ്റിന് പോക്കറ്റ്സ് ഒന്നും വരുന്നില്ല കേട്ടോ. ഇതിന് ദുപ്പട്ടയില്ല. പക്ഷെ നന്നായിട്ട് ഇഷ്ടപ്പെട്ടു. അപ്പോൾ ലിങ്ക് വേണമെങ്കിൽ ഞാൻ താഴെ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം കേട്ടോ. അപ്പോൾ നിങ്ങൾ ചെക്ക് ചെയ്ത് നോക്കിയാൽ മതി. പിന്നെ അതേപോലെ തന്നെ സെയിം വരുന്നൊരു ബ്ലാക്കിൽ വരുന്നതാണ് കേട്ടത്. പക്ഷേ പാറ്റേൺ ഒക്കെ കുറച്ച് വ്യത്യാസമുണ്ട്. ഇതിന് ഹൈനെക്കാണ് കേട്ടോ വരുന്നത്. അപ്പോൾ എൻ്റെ സൈസ് ഞാൻ ഓർഡർ ചെയ്യാറുള്ളത് മീഡിയം, ഇടയ്ക്കൊക്കെ ലാർജ് ഓർഡർ ചെയ്യും. അത് എനിക്ക് ആ ഒരു കുർത്തി കണ്ടിട്ട് എനിക്ക് ഇഷ്ടപ്പെട്ടു. ഞാൻ അത് ഏത് സൈസ് ആണെങ്കിലും ഞാൻ ഓർഡർ ചെയ്യും കേട്ടോ. സ്മോൾ ആണെങ്കിൽ ഓർഡർ ചെയ്തിട്ട് പറ്റിയില്ലെങ്കിൽ റിട്ടേൺ ആക്കും. അല്ലെങ്കിൽ പിന്നെ മീഡിയം, ലാർജ് ഇതിലേതെങ്കിലും ഓർഡർ ചെയ്യും. ലാർജ് ആണെങ്കിൽ നമുക്ക് ഷേപ്പ് ചെയ്തിടാമല്ലോ. അതെ, ഇതാണ് ബ്ലാക്ക് പ്ലെയിൻ, എന്താ പറയുക, സോളിഡ് കളർ ബ്ലാക്കിനാണ് ഇത് വരുന്നത്. കോളറിനെക്കാണ് കണ്ടത്. കോളറിനെക്കാണ് ഇവിടെ ബട്ടൺസ് വരുന്നുണ്ട്. പിന്നെ സ്ലീവിൻ്റെ അറ്റത്ത് നമ്മൾ നേരത്തെ കണ്ട പോലെ തന്നെയുള്ള ഒരു പാറ്റേൺ ആണ്. നെറ്റ് വരുന്നുണ്ട് താഴെ കണ്ടോ. പിന്നെ ബോഡി കംപ്ലീറ്റ് ഇങ്ങനെ പ്ലെയിൻ ആണ് കേട്ടോ. വേറെ നെക്കിലും കാര്യങ്ങളൊന്നും വരുന്നില്ല. ഫുൾ പ്ലെയിൻ ആണ്. ഇതിന് സ്ലിറ്റ് വരുന്ന ടൈപ്പാണ്. ഞാൻ ഇട്ടിട്ട് വീഡിയോ കാണിക്കാം. പാൻസ് വന്നിട്ട് ഇതിന് സിഗരറ്റ് പാൻസ് ആണ് കേട്ടോ. സിഗരറ്റ് പാൻസ് ആണ്. അതിൻ്റെ താഴെ ഇങ്ങനെ ലേസ് വർക്ക്, പാൻസിൻ്റെ താഴെ ഇങ്ങനെ ലേസ് വരുന്നുണ്ട്. മറ്റേതിന് വരുന്നില്ല. ഇപ്പോൾ ഇതുപോലത്തെ ഒരു പാറ്റേൺ ആണ് കേട്ടോ. ഞാൻ ഇട്ട് നോക്കിയിട്ടുണ്ടായിരുന്നു, രസമുണ്ട് കാണാനായിട്ട്. പക്ഷെ എനിക്ക് ഏറ്റവും കൂടുതൽ ഈ ബ്ലാക്കിനേലും ഇഷ്ടപ്പെട്ടത് ആ ഒരു പൗഡർ ബ്ലൂ ആണ്. എനിക്ക് നന്നായിട്ട് ഇഷ്ടമായി. പിന്നെ ഈ ഒരു റെഡ് ഇത് വാങ്ങണം എന്ന് ഞാൻ പറയില്ല. ചെറുതായിട്ട് നല്ല, ഇത് സീ ത്രൂ ആയിട്ടുള്ള മെറ്റീരിയലാണ്. പിന്നെ കളർ ബ്ലീഡ് ആകുന്നുണ്ട്. അതായത് ഇത് ചായ ഇളകുന്ന ടൈപ്പാണെന്ന് ഈ മെറ്റീരിയൽ കാണുമ്പോൾ തന്നെ നമുക്ക് മനസ്സിലാവും കേട്ടോ. അപ്പോൾ എനിക്ക് ഇത് അത്രയ്ക്ക് അങ്ങോട്ട് ഇഷ്ടപ്പെട്ടില്ല. കളർ ഭയങ്കര വൈബ്രൻ്റ് ആയിട്ടുള്ള ചില്ലി റെഡ് കളറാണ്. ഇതിലുള്ള പാറ്റേൺ രസമുണ്ട്. അതുപോലെ വലിയ പൂക്കളും കാര്യങ്ങളൊക്കെ വന്നിട്ട് ബോഡിയൊക്കെ നല്ല രസമുണ്ട് കാണാനായിട്ട്. ഇട്ടിട്ടും കുഴപ്പമൊന്നുമില്ല, ഇട്ടിട്ട് കാണാനൊക്കെ ഭംഗിയുണ്ട്. പക്ഷേ അത് പിന്നീട് നമ്മൾ യൂസ് ചെയ്യുമ്പോൾ എങ്ങനെ ഇരിക്കും എന്ന് അറിയില്ല.
ചുരുങ്ങുന്ന ടൈപ്പ് മെറ്റീരിയലാണ്. പിന്നെ കളർ ബ്ലീഡ് ആകും, പിന്നെ നല്ലോണം സീ ത്രൂ ആയിട്ടുള്ള മെറ്റീരിയലാണ്. അതുകൊണ്ട് ഇത് ഞാൻ വല്ലാണ്ടൊന്നും നിങ്ങൾക്ക് റെക്കമെൻഡ് ചെയ്യുന്നില്ല കേട്ടോ. ബാക്കിയുള്ള 500 രൂപയിൽ താഴെ വരുന്ന സെറ്റുകളൊക്കെ സൂപ്പറാണ്. അങ്ങനെ അതിൻ്റെ ചായ ഇളകുന്ന ടൈപ്പ്. ഈ ഒരു സെറ്റിൽ നമുക്ക് കിട്ടുന്നത് ഇതുപോലത്തെ ഒരു ദുപ്പട്ടയാണ് കേട്ടോ. ഇഷ്ടമുള്ള വീഡിയോയിൽ കാണാലോ, ഞാൻ വല്ലാണ്ട് ഒന്നും നിവർത്തി കാണിക്കില്ലേ, പിന്നെ എനിക്ക് തന്നെ പണിയാകുമല്ലോ. ഒരു ബോട്ടം വരുന്നുണ്ട്, റെഡ് കളറിലുള്ള സിഗരറ്റ് പാൻ. നമ്മുടെ കഴിഞ്ഞ ഹോൾ വീഡിയോയിൽ 500 രൂപയ്ക്ക് താഴെ വരുന്ന പുതിയ സെറ്റുകൾ മിക്കതും കെച്ചിൻ്റെ ആണ്. കെച്ചിൻ്റെ അത്യാവശ്യം നല്ല ക്വാളിറ്റി ഉള്ളതാണ്. നമ്മൾ ഫസ്റ്റ് വാഷിലൊന്നും അത് ചുരുങ്ങി അല്ലെങ്കിൽ കളർ ബ്ലീഡ് ആകെ ഒന്നും ചെയ്യില്ല കേട്ടോ. പെട്ടെന്ന് നരയ്ക്കുന്ന ക്ലോത്തും അല്ല. അങ്ങനത്തെ കെച്ചിൻ്റെ ഞാൻ മുന്നേ എൻ്റെ കയ്യിലുള്ളത് ഒരു ചുരിദാർ ഞാൻ കാണിച്ചതാണ്. ചുരിദാർ സെറ്റാണ്. ഞാൻ കെച്ചിന് ഇഷ്ടപ്പെട്ടെടുത്താണ്. ഒരെണ്ണം നമ്മുടെ തക്കുടുവിൻ്റെ കയ്യിലുണ്ട്. ഇതുപോലെ തന്നെ കളർ ചേഞ്ച്, ഒരു പീച്ച് കളറ്. ഇത് യെല്ലോ ആണ് കേട്ടോ എൻ്റെ കയ്യിലുള്ളത്. മുന്നത്തെ എൻ്റെ വീഡിയോയിൽ നിങ്ങൾ കണ്ടിട്ടുണ്ടായിരിക്കും. ഇത് കണ്ടോ, നല്ല ഭംഗിയുണ്ട്. ഇതിൻ്റെ സീക്വൻസ് വർക്കൊക്കെ കണ്ടോ, നെക്കിൻ്റെ അവിടെ സ്കാലപ്പും സീക്വൻസും ഒക്കെ കൊടുത്തിട്ടുള്ള ഒരു സംഭവമാണ്. ആ നെക്ക് ഇതേ സെയിം നെക്കും കാര്യങ്ങളും ഉള്ളതാണ്. കഴിഞ്ഞ വീഡിയോയിൽ ഞാൻ കാണിച്ചിട്ടുണ്ടായിരുന്ന ഒരു കുർത്തി. ഞാൻ ഈ ഒരു കെച്ചിൻ്റെ ഫസ്റ്റ് ടൈം പർച്ചേസ് ചെയ്യുന്ന സമയത്ത് 600 രൂപയിൽ താഴെ ഇരുന്നിട്ട് ഈ ഒരു കുർത്തി സെറ്റിന് വില ഉണ്ടായിരുന്നത്. ഇപ്പം കയറി, ഇപ്പം ഇതിന് ഡിമാൻഡ് കൂടിയത് കൊണ്ടും കൂടി ആയിരിക്കാം കയറിയിട്ടുണ്ട്. ഈ ക്ലോത്ത് അങ്ങനെ പെട്ടെന്ന് അരക്കേ ഫെയ്ഡാകെ അങ്ങനത്തെ നല്ല ബ്രൈറ്റ് ആയിട്ടുള്ളൊരു കളറാണ് കേട്ടോ. ഇപ്പം ഇതിൻ്റെ ലിങ്ക് കിട്ടുകയാണെങ്കിൽ ഞാൻ ടാഗ് ചെയ്ത് കൊടുക്കാം. പിന്നെ ഇതിൻ്റെ ബോട്ടം വരുന്നുണ്ട്. ബോട്ടത്തിൽ സിഗരറ്റ് പാൻസ് ആണ്. ഇതിന് പോക്കറ്റ്സ് വരുന്നുണ്ട്. ഓൾസോ ഇതിനൊരു ദുപ്പട്ട വരുന്നുണ്ട്, ഷിഫോൺ മെറ്റീരിയലിൽ. സെയിം ഇങ്ങനത്തെ കളർ ചേഞ്ചുകൾ ഉണ്ട്. ഇപ്പോൾ ഇത് കിട്ടുകയാണെങ്കിൽ ഇതിൻ്റെ ലിങ്ക് ഞാൻ കൊടുക്കാം. കഴിഞ്ഞ വീഡിയോയിൽ ഞാൻ മെറൂൺ ആണ് കാണിച്ചത്. പീച്ച് ഇപ്പോൾ കിട്ടില്ല എന്ന് തോന്നുന്നു, ഔട്ട് ഓഫ് സ്റ്റോക്ക് ആയി തോന്നുന്നത്. പിന്നെ ഇതും നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ ഞാൻ കാണിച്ചിട്ടുണ്ടായിരുന്നതാണ് കേട്ടോ. കുറേ കഴിഞ്ഞ 2 മാസം മുന്നേ അങ്ങോട്ട് ചെയ്ത വീഡിയോയിൽ കാണിച്ചിട്ടുള്ളതാണ്. ഈ ഒരു കുർത്തി നല്ല ഭംഗിയാണ് കേട്ടോ കാണാൻ. ഞാൻ കഴിഞ്ഞ വട്ടം അമ്പലത്തേക്ക് പോയപ്പെട്ടതാണ്. എന്നിട്ട് ഇവിടെ മടക്കി വെക്കാണ്ട് ഇവിടെ ഇട്ടിട്ടുണ്ടായിരുന്നു ഈ ഒരു ഇതിൽ. അപ്പം ഞാൻ അപ്പം മടക്കി എടുത്ത് വെച്ചതാണ്. കണ്ടോ, നല്ല രസമാണ് കേട്ടോ. ഇത് ഇട്ടിട്ട് മുന്നത്തെ വീഡിയോയിലുണ്ട്, അതുകൊണ്ട് ഞാൻ ഇട്ട് കാണിക്കണില്ല. അതിൽ വലിയ ടെസൽസും കാര്യങ്ങളൊക്കെ ഉണ്ട്. ഇതെങ്ങനത്തെ ടൈപ്പാണെന്ന് വെച്ചാൽ അംബർല ടൈപ്പാണ്. പിന്നെ ഇതിന് നടുക്കൂടെ സ്ലിറ്റ് വരുന്നത് നമുക്കിങ്ങനെ റാപ്പ് ചെയ്യുന്ന ടൈപ്പ് ഡ്രസ്സാണ് കേട്ടോ. ഫുൾ ഇങ്ങനെ റാപ്പ് ചെയ്തിട്ട് ഞാൻ വേണമെങ്കിൽ ഒരു ഷോർട്സിൽ കാണിക്കാം. ഫുള്ള് റാപ്പ് ചെയ്തിട്ട് വരുന്ന ഒരു അംബർലയാണ്. ഭംഗിയുണ്ട്, നല്ല ഭംഗിയുണ്ട് കാണാനായിട്ട് കേട്ടോ. നല്ല രസമാണ്. പിന്നെ ഇതിന് ഓൾസോ ഇതിന് സിഗരറ്റ് പാൻസ് ഉണ്ട്, ദുപ്പട്ടയുണ്ട്. ദുപ്പട്ട കുഴപ്പമില്ല. ഷിഫോണിൽ തന്നെ വരുന്നൊരു ദുപ്പട്ടയുണ്ട് കേട്ടോ. ഇതിൻ്റെ ലിങ്ക് ഞാൻ കിട്ടുകയാണെങ്കിൽ കൊടുക്കാം. കിട്ടുമെന്ന് അറിയില്ല. അതുപോലെ യെല്ലോടെയും ലിങ്ക് കിട്ടുമെന്ന് എനിക്ക് അറിയില്ല കേട്ടോ. കിട്ടുകയാണെങ്കിൽ കൊടുക്കാം. നല്ല വാങ്ങുന്ന സമയത്ത് ഓഫർ നോക്കിയിട്ടാണ് വാങ്ങാറ്. ആമസോണിൽ ഫാഷൻ സെയിൽ, ഓഫർ സെയിലുകൾ നടക്കുന്ന ടൈമിൽ നമ്മൾ വാങ്ങിക്കുകയാണെങ്കിൽ നല്ല ഓഫറിലും ഡിസ്കൗണ്ടിലൊക്കെ നമുക്ക് കിട്ടും. എല്ലായ്പ്പോഴും ഒരേ പ്രൈസ് ആകില്ല കേട്ടോ. അപ്പോൾ ആ കെച്ചിൻ്റെ കുർത്തികൾ തന്നെ നല്ലോണം വില കുറയാറുണ്ട് ഓഫറിൻ്റെ ടൈമിൽ, ഓഫർ സെയിലുകളുടെ ടൈമിൽ. അപ്പോൾ നമുക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ ഇപ്പോൾ കാർട്ടിലിട്ട് വെച്ചിട്ട് നമ്മുടെ പ്രൈസ് എന്താ പറയുക ഡ്രോപ്പ് ആകുന്ന സമയത്ത് നിങ്ങൾക്ക് വാങ്ങിക്കാം കേട്ടോ. അപ്പം അത്രേ ഉള്ളൂ. ഇനി നമുക്ക് ബാക്കി പരിപാടികൾക്ക് അങ്ങനെ നമ്മൾ സവാള കുനുകുനാന്ന് എരിഞ്ഞെടുത്തിട്ടുണ്ട്. ഷുഗർ ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. ആമിക്ക് പഞ്ചസാര ഇല്ലാണ്ട് പറ്റില്ല. അപ്പം അതുകൊണ്ട് നമ്മൾ 2 ടീസ്പൂൺ പഞ്ചസാര ആഡ് ചെയ്തിട്ടുണ്ട്. പിന്നെ കുറച്ച് ഉപ്പ്, ഒരു പൊടിക്ക് ഒരു നുള്ള് ഉപ്പ്, പിന്നെ മഞ്ഞപ്പൊടി ഇട്ടാ, ഒരു ലേശം മഞ്ഞപ്പൊടി, പിന്നെ മുളക് പൊടി, അത് കുത്തുമുളക് ഇല്ലേ അതാണ് കേട്ടോ. നമ്മൾ 2 മുട്ട ആഡ് ചെയ്യാണ്. പാലൊന്നും ചേർക്കണില്ല കേട്ടോ. പാൽ ചേർത്ത് കുറച്ചും കൂടി സോഫ്റ്റ് ആയിട്ട് കിട്ടും, പക്ഷെ ചേർക്കണില്ല. 2 മുട്ട മതി. നമ്മുടെ മിക്സ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. കണ്ടോ, ഇതിൽ നിങ്ങൾക്ക് വേണമെങ്കിൽ മല്ലിയില ആഡ് ചെയ്യാം, കുറച്ച് മസാല ആഡ് ചെയ്യാം, ഷുഗർ ഒഴിവാക്കാം. അത്രേ ഉള്ളൂ. ഇനി നമുക്ക് ഇതിൽ ബ്രെഡ് മുക്കി പൊരിച്ചെടുക്കാം കേട്ടോ. ആമിക്ക് വിശന്നോടെങ്കിൽ ഇവിടെ ഇപ്പം നെയ്ക്ക് ഭയങ്കര ചിലവാണ് കേട്ടോ. അതൊക്കെ നമ്മൾ വെളിച്ചെണ്ണ യൂസ് ചെയ്തിരുന്നത്. ആമിക്കുട്ടിക്ക് ഈ നെയ്യിൻ്റെ മണമൊന്നും ഇഷ്ടമല്ലായിരുന്നു. ഈ പഴം വറുത്ത് കൊടുക്കുമ്പോഴാണെങ്കിലും ബ്രെഡ് ടോസ്റ്റ് ചെയ്യുമ്പോഴൊക്കെ വെളിച്ചെണ്ണയിൽ ചെയ്തിരുന്നത് കേട്ടോ. ഇപ്പോൾ കുഴപ്പമില്ല, ആൾക്ക് ഇതൊക്കെ ഇഷ്ടപ്പെട്ട് തുടങ്ങിയിട്ടുണ്ട്. അത് പറഞ്ഞപ്പോഴേ ഞാൻ സെപ്റ്റോ ഡൗൺലോഡ് ചെയ്തപ്പോൾ 100 ഫ്രീ ക്യാഷ് കിട്ടിയിട്ടുണ്ടായിരുന്നു കേട്ടോ, ക്യാഷ് ബാക്ക് എന്ന് വരുന്നത്. അപ്പോൾ അതിൽ 6 GB നെയ്യിനൊക്കെ അരേൻ്റെനൊക്കെ നല്ല റേറ്റ് കുറവിട്ട് പകുതി വിലയ്ക്ക് കിട്ടും. പിന്നെ ഡെലിവറി ഇവിടെ ഇല്ലാത്തതുകൊണ്ട് ഞാൻ ഓർഡർ ചെയ്തിട്ടില്ല. ഞാൻ ഹോസ്പിറ്റലിൻ്റെ ആ ഒരു ഏരിയയിലോട്ടാണ് കേട്ടോ, ലൊക്കേഷനിലോട്ടാണ്
ഓർഡർ ചെയ്യാറുള്ളത്. അപ്പോൾ എനിക്ക് എന്തായാലും അത് വാങ്ങിക്കണം. ഞാൻ കാർട്ടിലിട്ട് വെച്ചിട്ടുണ്ട്. ഇനി ആ ക്യാഷ് ബാക്ക് പോകുന്നതാണ്, ക്യാഷ് ബാക്ക് അല്ല ഫ്രീ ക്യാഷ് പോകുന്നതാണ് എൻ്റെ ഡൗട്ട്. അപ്പോൾ നമ്മുടെ ഫ്രഞ്ച് ടോസ്റ്റ് ഇവിടെ റെഡി ആയിട്ടുണ്ട് കേട്ടോ. ഞങ്ങൾ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാൻ പോവാണ്. ആമിക്കുട്ടി ബാക്ക്ഗ്രൗണ്ടിൽ ഇരിക്കുകയാണ്. അപ്പോൾ ഇനി നമ്മൾ ഇത് കഴിച്ചിട്ട് കാണാം കേട്ടോ. ആമിക്ക് നാളെ എക്സാമാണ്. ഇപ്പം ആമി TV കണ്ടുകൊണ്ടിരിക്കുക. കുറച്ച് നേരം TV കണ്ടോയെന്ന് ഞാൻ പറഞ്ഞു കേട്ടോ. അത് കഴിഞ്ഞിട്ട് നമുക്ക് ആമിക്കുട്ടീനെ ഇരുത്തി പഠിപ്പിക്കണം. അങ്ങനെ നമ്മൾ ബ്രേക്ക്ഫാസ്റ്റ് ഒക്കെ കഴിച്ച് കുറച്ച് നേരം വർത്താനമൊക്കെ പറഞ്ഞ് TV ഒക്കെ കണ്ട് ഇങ്ങനെ കുറേ നേരം ഇരുന്നു കേട്ടോ, റിലാക്സ് ചെയ്തിരുന്നു. അത് കഴിഞ്ഞിട്ട് ആമിക്കുട്ടി പഠിക്കാനായിട്ട് തുടങ്ങി. ഞാൻ ഉച്ചയ്ക്ക് സാമ്പാർ വെക്കാനുള്ള പ്ലാനാണ് കേട്ടോ. അപ്പോൾ കഷ്ണങ്ങളൊക്കെ അരിഞ്ഞുകൊണ്ടിരിക്കുക. ആമിക്ക് തീരെ വയ്യ കേട്ടോ. അവൾക്ക് ഈ എക്സാം തുടങ്ങിയതിൻ്റെ ഇടയ്ക്ക് വെച്ച് തന്നെ പനിയും കാര്യങ്ങളൊക്കെ ആയിട്ട് ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു. കോൾഡും കാര്യങ്ങളൊക്കെ ആയിട്ട് ആൾക്ക് തീരെ ഉഷാറില്ല. എന്നാലും ഇടയ്ക്കൊക്കെ ഇരുന്ന് ഇങ്ങനെ പഠിക്കും കേട്ടോ. ഫുൾ ടൈം പഠിച്ചു കഴിഞ്ഞാൽ കിടാവിന് മടുക്കില്ല. അപ്പോൾ കുറച്ച് നേരം TV കണ്ട് കുറച്ച് നേരം കളിച്ച് അങ്ങനെയൊക്കെ ആൾ പഠിക്കണുള്ളൂ. പിന്നെ കുറച്ച് പരിപ്പിട്ട് കൊടുത്തിട്ടുണ്ട്. കായം ഉലുവ ഒക്കെ ഇട്ടിട്ട് നമ്മൾ സാമ്പാറിനുള്ള പരിപ്പ് വേവിച്ചെടുക്കാൻ പോവാണ് കേട്ടോ. അപ്പോൾ ആദ്യം പരിപ്പ് ഒറ്റയ്ക്ക് വേവിച്ചിട്ട് പിന്നെ നമുക്ക് കഷ്ണങ്ങളൊക്കെ നുറുക്കി അത് വേവിക്കാനുള്ള പരിപാടിയാണ് കേട്ടോ. കുറച്ച് പാത്രങ്ങൾ അതിനിടയ്ക്ക് കഴുകാനുണ്ടായിരുന്നു. കാലത്തെ ബ്രേക്ക്ഫാസ്റ്റിൻ്റെ ചായ വെച്ച പാത്രങ്ങളും അങ്ങനെ നമ്മൾ ഫ്രഞ്ച് ടോസ്റ്റ് ചെയ്തതും ഒക്കെ നമ്മൾ കഴുകി കഷ്ണങ്ങളൊക്കെ അത് നുറുക്കി ഇത് കഴുകി എടുത്തു കേട്ടോ. കുറേ കഷ്ണങ്ങളൊന്നും ഇല്ല. ഒരു കുഞ്ഞു പപ്പായ ഉണ്ട്, പിന്നെ കുമ്പളം കേട്ടോ, ഒരു കുഞ്ഞു കഷ്ണം കുമ്പളം, സവാള, തക്കാളി, പിന്നെ 2-3 വെണ്ടയ്ക്ക് എടുത്തിട്ടുണ്ട്. കുടംപുളിയാണ് കേട്ടോ നമ്മൾ സാമ്പാറിലേക്ക് ഇടുന്നത്, വാളംപുളിയല്ല. അത് ഡോക്ടർ പറഞ്ഞിട്ടാണ് കേട്ടോ. എൻ്റെ വീട്ടിൽ അമ്മയും അച്ഛനൊക്കെ ഈ കുടംപുളി മാത്രമേ യൂസ് ചെയ്യുള്ളൂ. വാളംപുളി അത്ര ശരീരത്തിന് നല്ലതല്ല എന്ന് പറഞ്ഞിട്ട് കുടംപുളി കുഴപ്പമില്ല, നല്ലതാണ് ശരീരത്തിന്. അതുകൊണ്ട് കുടംപുളിയാണ് കേട്ടോ അവരിടാറുള്ളത്. അതിൽ പിന്നെ ഞാനും കുടംപുളി തന്നെ യൂസ് ചെയ്യാം. അത് കുഴപ്പമില്ല കേട്ടോ, നല്ല ടേസ്റ്റാണ്, വലിയ പ്രശ്നമൊന്നുമില്ല. 2 ചോള അങ്ങനെ ഇട്ടാൽ മതി, ആവശ്യത്തിന് പുളി ഉണ്ടാവും. അങ്ങനെ ഇത് ഞാൻ പുതിയത് വാങ്ങിയ കുടംപുളിയാണ് കേട്ടോ. പിന്നെ വറവായിട്ട് നമ്മൾ സോസേജ് ആണ് എടുത്തിട്ടുള്ളത്. സോസേജ് വറുത്തെടുക്കാമെന്ന് കരുതി. എന്നിട്ട് സാലഡൊക്കെ ചെയ്യണ പോലെ ചെയ്യാനുള്ള പ്ലാനാണ് കേട്ടോ. ഈ സോസേജ് ഞാൻ സെപ്റ്റോന്ന് വാങ്ങിയതാണ് കേട്ടോ. 90 രൂപയ്ക്ക് 250 ഗ്രാമിൻ്റെ നല്ല ബ്രാൻഡാണ് കേട്ടോ. നല്ല ടേസ്റ്റാണ് ഈ ഒരു സോസേജ് വന്നിട്ട്. അപ്പോൾ അത് ഞാനിതുപോലെ തന്നെ സെപ്റ്റോന്ന് വാങ്ങിയതാണ് കേട്ടോ. എനിക്ക് 75 രൂപ ഫ്രീ ക്യാഷ് കിട്ടിയ സമയത്ത്, ഞാൻ ഹോസ്പിറ്റലായിരുന്ന സമയത്ത് ഞാനിങ്ങനെ ഓർഡർ ചെയ്ത് വരുത്തിയതാണ്. സെപ്റ്റ് നല്ലതാണ് കേട്ടോ. ഇടയ്ക്കൊക്കെ നല്ല ഓഫറുകളും കാര്യങ്ങളും കിട്ടും. നല്ല വില കുറവിന് നമുക്ക് ഐറ്റംസൊക്കെ വാങ്ങിക്കാം. അപ്പോൾ ഞാൻ ആദ്യം ഈ സോസേജ് ഒന്ന് ഫ്രൈ ചെയ്തെടുക്കുന്നുണ്ട് കേട്ടോ. എല്ലാം എടുത്തിട്ടില്ല, 3 എടുത്തിട്ടുള്ളൂ. 3 ഒരു സ്ലൈസ് എടുത്തിട്ടുള്ളൂ കേട്ടോ. ആമിക്കുട്ടി ഇങ്ങനെ പഠിച്ചുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. അതിനിടയ്ക്ക് അവൾ റൈമും കാര്യങ്ങളും ഒക്കെ ചൊല്ലുന്നുണ്ട്. അപ്പോൾ അതൊക്കെ ഞാൻ കേട്ടുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ നമ്മൾ എൻ്റെ കൈക്ക് പൊട്ടിത്തെറിച്ചാണ് കേട്ടോ എണ്ണ. അതേ കുറച്ച് പച്ചമുളക് അരിയുന്നുണ്ട്. 1 എടുത്തിട്ടുള്ളൂ. ആമിക്കുട്ടിക്ക് വല്ലാണ്ട് എരിവൊന്നും പറ്റില്ല. അപ്പോൾ ഒരു പച്ചമുളക് എടുത്തിട്ടുണ്ട്. പിന്നെ ഒരു സവാളയുടെ പകുതി ഇട്ടാം, പകുതി മാത്രമേ എടുക്കുന്നുള്ളൂ, ബാക്കി നമുക്ക് ഫ്രിഡ്ജിലെടുത്ത് വയ്ക്കാം കേട്ടോ. പിന്നെ കുറച്ച് ഒരു മേമ്പൊടിക്ക് കുറച്ച് നമ്മൾ ഉപ്പും കുരുമുളക് പൊടിയും ഒക്കെ ആഡ് ചെയ്തിട്ട് നല്ല പോലെ മിക്സ് ചെയ്ത് നല്ല ടേസ്റ്റാണ് കേട്ടോ. നല്ല സ്മെല്ലാണ്. ഗൾഫിലുള്ള സമയത്ത് ഞങ്ങൾ ഇങ്ങനെ ആക്കിയിട്ട് കുറേ കഴിക്കാറുണ്ട് കേട്ടോ. ഭയങ്കര ടേസ്റ്റിയാണ്. സാമ്പാറിൻ്റെ കൂടെ കഴിക്കാൻ നല്ല രസമാണ് കേട്ടോ. വെറുതെ നമുക്ക് ഇങ്ങനെ കഴിച്ചുകൊണ്ടിരിക്കാം. ഞാൻ ഇത് എന്തായാലും ചോറിലേക്ക് കഴിക്കാണ്ടാവും തോന്നുന്നില്ല. ഞങ്ങൾ ഇങ്ങനെ കഴിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു കേട്ടോ. ആമയ്ക്ക് വീട്ടിൽ വന്നിരുന്ന് പഠിക്കാമെന്ന് പറഞ്ഞാൽ ഭയങ്കര മടിയുള്ള കാര്യമാണ്. പ്രത്യേകിച്ച് മലയാളം. ബാക്കിയുള്ള സബ്ജക്റ്റുകളൊന്നും വലിയ കുഴപ്പമില്ല. അപ്പോൾ നാളത്തെ എക്സാം മലയാളമാണ് കേട്ടോ. അപ്പോൾ അത് പഠിക്കാനായിട്ട് ആൾക്ക് ചെറിയ മടിയും കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ നമ്മുടെ സാമ്പാറിൻ്റെ കഷ്ണങ്ങളൊക്കെ റെഡി ആയിട്ടുണ്ട്. നമ്മളിനി കടുക് വറുക്കാൻ പോവാണ് കേട്ടോ. അപ്പോൾ അത് എണ്ണ ഒഴിച്ചു, കടുക് പൊട്ടിക്കുകയാണ്. വേപ്പിൽ ഞാൻ കുറച്ച് ദൂരത്തു നിന്നാണ് കേട്ടോ അറിയുള്ളൂ. എനിക്ക് കടുക് പൊട്ടിത്തെറിക്കുമ്പോൾ മേലിക്കൊക്കെ പൊട്ടിത്തെറിക്കുമോ എന്നൊരു ടെൻഷനാണ്. പിന്നെ അതേ നമ്മുടെ സാമ്പാർ പൊടി ഇട്ടിട്ട് തിളച്ച വെള്ളമാണ് കേട്ടോ ഒഴിച്ച് കൊടുക്കുന്നത്. എന്നിട്ട് നല്ലപോലെ വറ്റിച്ചെടുക്കും. എന്നിട്ട് നമ്മൾ സാമ്പാർ കഷ്ണവും പരിപ്പും കാര്യങ്ങളൊക്കെ ആഡ് ചെയ്യാണ് ചെയ്യുക കേട്ടോ. പക്ഷെ ഇത്തവണ കുടംപുളിക്ക് പുളി കുറച്ച് കൂടുതലായിരുന്നു, പുതിയ കുടംപുളി. അപ്പോൾ എനിക്ക് വലിയ നിശ്ചയം ഉണ്ടായിരുന്നില്ല. നമ്മൾ ആദ്യം ഇടുന്നതിൻ്റെ അത്ര തന്നെ ഞാൻ ഇട്ടു, പക്ഷെ പുളി കുറച്ച് കൂടിപ്പോയിട്ടാ. കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് കുറച്ച് നേരം ഉറങ്ങാൻ പോവാണ് കേട്ടോ. ആനുകൂലിക്ക് നല്ല ക്ഷീണമുണ്ട്. അപ്പോൾ കുറച്ച് നേരം ഞങ്ങളൊന്ന് മയങ്ങട്ടെ, എന്നിട്ട് കാണാം കേട്ടോ. അങ്ങനെ കുറച്ച് നേരത്തെ ഉറക്കമൊക്കെ കഴിഞ്ഞ് ഞങ്ങൾ രണ്ടുപേരും കളിക്കുകയാണ് കേട്ടോ. ആമിക്കുട്ടിക്ക് വേറെ ആരും കളിക്കാൻ കൂട്ടില്ലല്ലോ, അപ്പോൾ ഞാൻ തന്നെയാണ് കൂടാറുള്ളത്. പിന്നെ താഴെ ഞാൻ അങ്ങനെ ഇറക്കി വിടാറുമില്ല, നമ്മൾ മേലെയല്ല താമസിക്കുന്നത്, സേഫ് അല്ലല്ലോ, എപ്പോഴും നോക്കിയിരിക്കാനും പറ്റില്ലല്ലോ. പിന്നെ വീട്ടിൽ നിന്ന് കുറച്ച് ചെടിയും കാര്യങ്ങളൊക്കെ കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഈ ഒരു ബക്കറ്റ് ഞാൻ സ്പ്രേ പെയിൻറ്റ് ചെയ്യുന്നുണ്ട് കേട്ടോ, വൈറ്റ്. അപ്പോൾ നമ്മൾ മാസ്കോ കാര്യങ്ങൾ എന്തെങ്കിലുമൊക്കെ യൂസ് ചെയ്യണം. എന്നിട്ട് അതിൽ ഞാൻ ഈ ഒരു സ്നേക്ക് പ്ലാന്റ് വെക്കാനുള്ള പ്ലാനിലാണ് കേട്ടോ. അത് തോടിൻ്റെ സൈഡിൽ നിന്ന് കിട്ടിയിട്ടുണ്ടായിരുന്നതാണ്. അത്യാവശ്യത്തിന് നല്ല വലുതാണ് കേട്ടോ. അപ്പോൾ നമുക്കിത് നല്ല 2-3 കൂട്ടും കൂടെ അടിച്ചിട്ട് ഇതിലോട്ട് ഇറക്കി വെക്കാമെന്നാണ് ഞാൻ വിചാരിക്കുന്നത് കേട്ടോ. മറ്റേ കുഞ്ഞു വയലറ്റ് പൂക്കളുണ്ടാക്കുന്ന ചെടി ഞാനിങ്ങനെ ഒരു പോട്ടിൽ മണ്ണൊക്കെ ഇട്ട് വെച്ചിട്ടുണ്ട്. ക്ഷീണമുണ്ട് കേട്ടോ മൂത്ത് കണ്ടോ. അപ്പോൾ നമ്മുടെ ഇന്നത്തെ വ്ളോഗ് ഇത്രയേ ഉള്ളൂ. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത്. അപ്പോൾ നല്ലൊരു ടോപ്പിക്കായിട്ട് നമുക്ക് നെക്സ്റ്റ് കാണാം. ബൈ.